ഹേ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്നത്തെ വീഡിയോ എന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറിൻ്റെ കമൻറ്റിനുള്ള റിപ്ലൈ ആയിട്ടാണ്. സോ ഇന്നത്തെ ടോപ്പിക് എന്നത് പീരിയഡ്സ് ടൈം എങ്ങനെ യൂസ്ഫുൾ ആക്കാം, ലേസിനെസ് എങ്ങനെ ഒഴിവാക്കാം, ടൈം വേസ്റ്റ് എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നതാണ്. സത്യത്തിൽ ഈ ഒരു കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇത് ഒരാളുടെ മാത്രം പ്രശ്നമല്ല. ഒരുപാട് പെൺകുട്ടികൾക്ക് പീരിയഡ് സമയത്ത് ഇതുപോലെ തോന്നുന്നുണ്ടാകാം. ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, കുറച്ചു നേരം കിടക്കാം എന്ന് കരുതും, പിന്നെ ഫോൺ എടുക്കും. 5 മിനിറ്റ്സ് എന്നത് നീണ്ട് ഒരുപാട് മണിക്കൂറുകൾ ചിലവാകും. പിന്നീട് രാത്രിയാകുമ്പോൾ ഇന്നത്തെ ദിവസം മുഴുവൻ വേസ്റ്റ് ആയല്ലോ എന്ന് ഗിൽട്ട് ഫീൽ ചെയ്യും. എനിക്ക് എന്താണ് ഇങ്ങനെ ഒരു ലേസിനെസ്, എന്തുകൊണ്ടാണ് ഒന്നും ചെയ്യാൻ തോന്നാത്തത് എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കും. പക്ഷേ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പീരിയഡ് സമയത്ത് കുറച്ച് ടയേർഡ് ആകുന്നതും റെസ്റ്റ് ആവശ്യമാകുന്നതും നോർമലാണ്. എല്ലാ ദിവസവും നമ്മുടെ എനർജി ഒരുപോലെ ആയിരിക്കില്ല. ചില ഡേയ്സ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, ചില ഡേയ്സ് കുറച്ച് കാര്യങ്ങൾ മാത്രമായിരിക്കും ചെയ്യാൻ കഴിയുന്നത്. അതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ പീരിയഡ് സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എല്ലാം ചെയ്യണം എന്നൊരു കാര്യമല്ല, നമുക്ക് കഴിയുന്ന കാര്യങ്ങൾ കഴിയുന്ന പോലെ ചെയ്യുക എന്നതാണ്. അതുപോലെ തന്നെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് കരുതി മുഴുവൻ ദിവസവും കിടക്കയിൽ കിടന്നു കളയുന്നതും ശരിയല്ല. ഈ രണ്ടിൻ്റെയും ഇടയിൽ ഒരു ബാലൻസ് നിങ്ങൾ തന്നെ കൊണ്ടുവരണം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മുടെ മോർണിംഗ് എങ്ങനെ തുടങ്ങുന്നു എന്ന് നോക്കുക. രാവിലെ എഴുന്നേറ്റ ഉടനെ ഫോൺ എടുക്കുന്ന ശീലമുണ്ടോ? പീരീഡ് സമയത്ത് പ്രത്യേകിച്ച് ഇത് ഒഴിവാക്കാൻ ശ്രമിക്കണം. കാരണം നമ്മൾ ഫോൺ എടുത്താൽ ആദ്യം ഒരു മെസ്സേജ് നോക്കും, പിന്നെ ഇൻസ്റ്റഗ്രാം, പിന്നെ യൂട്യൂബ്, പിന്നെ റീൽസ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ദിവസം തുടങ്ങുന്നതിന് മുൻപേ തന്നെ കുറേ സമയം പോയിട്ടുണ്ടാകും. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ ഉടനെ ഫോൺ നോക്കാതെ ആദ്യം ഫ്രഷ് ആകുക, മോർണിംഗ് റൂട്ടീൻസ് ചെയ്യുക, പിന്നീട് ഭക്ഷണം കഴിക്കുക, കുറച്ച് സമയം ശാന്തമായിരിക്കുക, പിന്നെ ആ ദിവസത്തെ കാര്യങ്ങൾ നോക്കുക. രാവിലെ തന്നെ ഫോൺ നമ്മുടെ ദിവസം കൺട്രോൾ ചെയ്യാൻ അനുവദിക്കരുത്. അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് ലേസിനെസ് എങ്ങനെ കുറയ്ക്കാമെന്നതാണ്. ഇവിടെ ഒരു ചെറിയ കാര്യം പരീക്ഷിക്കുക. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ടെന്ന് ചിന്തിക്കുന്നത് ഒഴിവാക്കുക. ബിക്കോസ് റൂം ക്ലീൻ ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്, അസൈൻമെൻറ്റ് ചെയ്യാനുണ്ട്, കിച്ചൺ വർക്ക് ചെയ്യാനുണ്ട്. ഇതുപോലെ എല്ലാം ഒരുമിച്ച് ഓർത്താൽ തന്നെ നമുക്കൊരു മടി തോന്നും. അതുകൊണ്ട് എല്ലാം ഒരുമിച്ച് ചെയ്യാൻ ശ്രമിക്കരുത്. ഒരു കാര്യം മാത്രം ചൂസ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഇത് ചെയ്യും എന്ന് തീരുമാനിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു 20 മിനിറ്റ് പഠിക്കാം, അത് കഴിഞ്ഞ് 20 മിനിറ്റ് കുറച്ച് റെസ്റ്റ് എടുക്കാം, പിന്നെ നെക്സ്റ്റ് കാര്യങ്ങളിലേക്ക് പോകാം. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളായി ചെയ്താൽ വലിയ ജോലി പോലും ഈസിയായി തോന്നും. അടുത്തതായി, എനിക്കൊന്നും ചെയ്യാൻ തോന്നുന്നില്ല എന്നൊരു തോട്ട് എങ്ങനെ ഒഴിവാക്കാം? ആ ഒരു സമയത്ത് നിങ്ങൾ സ്വയം ചോദിക്കുക, എനിക്ക് ശരിക്കും റെസ്റ്റ് ആണോ വേണ്ടത്, അല്ലെങ്കിൽ എൻ്റെ മടിയാണോ ഇതെന്ന്. ഇത് രണ്ടും ഡിഫറെൻ്റ് ആണ്. ബിക്കോസ് ശരിക്കും ടയേർഡ് ആണെങ്കിൽ നമുക്ക് റെസ്റ്റ് ആവശ്യമാണ്. പക്ഷേ വെറുതെ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ മടി തോന്നുന്നതാണെങ്കിൽ ജസ്റ്റ് 5 മിനിറ്റ്സ് എന്ന് പറഞ്ഞു തുടങ്ങുക. അതെ, 5 മിനിറ്റ്സ് മാത്രം. 5 മിനിറ്റ് പഠിക്കുക, 5 മിനിറ്റ്സ് ക്ലീൻ ചെയ്യുക, 5 മിനിറ്റ് എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് വർക്ക് ചെയ്യുക. പലപ്പോഴും തുടങ്ങുന്നത് അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിംഗ് ആണ് ഡിഫിക്കൾട്ട്. തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടി ചെയ്യാൻ തോന്നും. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റായ കാര്യമെന്നത് ഫോണാണ്. നമ്മുടെ ടൈം വേസ്റ്റിൻ്റെ വലിയൊരു കാരണം ഫോൺ തന്നെയാണ്. എസ്പെഷ്യലി നമ്മൾ ടയേർഡ് ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ മടി പിടിച്ചിരിക്കുമ്പോൾ, പീരിയഡ് സമയത്ത് ബെഡിൽ കിടക്കുമ്പോൾ ഫോൺ എടുക്കുന്നത് വളരെ ഈസിയാണ്. ജസ്റ്റ് 1 റീൽ, പിന്നെ മറ്റൊരു റീൽ, അങ്ങനെ നീണ്ടുപോകും. അതുകൊണ്ട് ഫോൺ എടുക്കുന്നതിന് മുൻപ് ഒരു ചോദ്യം ചോദിക്കുക, ഞാൻ എന്തിനാണ് ഇപ്പോൾ ഫോൺ എടുക്കുന്നത്? ഫോൺ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നോക്കാനാണോ, അല്ലെങ്കിൽ പഠിക്കാനാണോ, അല്ലെങ്കിൽ കോൾ ചെയ്യാനാണോ, അല്ലെങ്കിൽ വെറുതെ ബോറടിക്കുന്നത് കൊണ്ടാണോ എന്ന്? ബോറിംഗ് മാറ്റാനാണെങ്കിൽ ഫോൺ മാറ്റി വെക്കാൻ ശ്രമിക്കുക. കുറച്ച് സമയം ബുക്ക് വായിക്കുക, റൂം ഒന്ന് അറേഞ്ച് ചെയ്യുക, ഫാമിലിയോട് സംസാരിക്കുക, അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ കുറച്ചു നേരം റെസ്റ്റ് എടുക്കുക. റെസ്റ്റ് ചെയ്യുന്നത് ഒരിക്കലും ടൈം വേസ്റ്റ് അല്ല. പക്ഷേ റെസ്റ്റ് എന്ന പേരിൽ 1 മണിക്കൂർ റീൽസ് കാണുന്നത് ഒരിക്കലും റെസ്റ്റ് അല്ല. ഈ ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കുക. പീരിയഡ് സമയത്ത് സ്റ്റുഡൻസ് എങ്ങനെ അത് മാനേജ് ചെയ്യണമെന്നത് ഒരു ഡൗട്ടാണ്. പീരിയഡ്സ് വന്നപ്പോൾ കോൺസെൻട്രേഷൻ കുറയുന്നുണ്ടെങ്കിൽ വലിയ ചാപ്റ്റേഴ്സ് പഠിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കരുത്. ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക, നോട്ട്സ് വായിക്കുക, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കുക, ഷോർട്ട് സ്റ്റഡി സെഷൻസ് ഉണ്ടാക്കുക. 20 മിനിറ്റ്സ് വായിച്ചിട്ട് അല്ലെങ്കിൽ പഠിച്ചിട്ട് നിങ്ങൾ ബ്രേക്ക് എടുക്കുക, പിന്നെ കഴിയുമെങ്കിൽ വീണ്ടും പഠിക്കാൻ ശ്രമിക്കുക. ഒരു ദിവസം 5 മണിക്കൂർ പഠിക്കാൻ കഴിയാത്തതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട. 20 മിനിറ്റ് നിങ്ങൾ ആത്മാർത്ഥമായി പഠിച്ചതും നല്ലതാണ്. നമ്മളെല്ലായ്പ്പോഴും പെർഫെക്റ്റ് ആകാനല്ല ശ്രമിക്കേണ്ടത്, ചെയ്യുന്ന കാര്യങ്ങളിൽ കൺസിസ്റ്റൻസി കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത്. അതുപോലെ ഒരുപാട് വീട്ടമ്മമാർക്ക് ഈ ഒരു ടൈം വളരെ ഡിഫിക്കൽട്ടായിരിക്കാം.
വീട്ടിലൊരുപാട് വർക്ക് ഉണ്ടാകാം. എല്ലാം ഒരുമിച്ച് ചെയ്യാൻ വേണ്ടി നിങ്ങൾ നോക്കരുത്. ഒന്ന് ചെയ്തു കഴിഞ്ഞ് കുറച്ച് ബ്രേക്ക് എടുക്കുക, പിന്നെ അടുത്തത് ചെയ്യുക. ബോഡി വളരെ ടയേർഡാണെങ്കിൽ ഫാമിലിയോട് പറയുക, എനിക്ക് കുറച്ച് റെസ്റ്റ് വേണം. ഇതിൽ ഒരു തെറ്റുമില്ല. നമ്മുടെ ഹെൽത്തിനും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. നിങ്ങളോട് ഒരു സിമ്പിൾ റൂൾ പറഞ്ഞു തരാം. പീരിയഡ് സമയത്ത് നിങ്ങൾ ദിവസം 3 കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുക. 1 നിങ്ങളുടെ പേഴ്സണൽ വർക്ക്സ്, 2 സ്റ്റഡി അല്ലെങ്കിൽ ജോബ്, 3 വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റു ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഈ ഒരു 3 കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ തന്നെ ആ ഒരു ദിവസം നിങ്ങൾക്ക് ഫീൽ ചെയ്യും, ഞാനിന്ന് എൻ്റെ ദിവസം മീനിങ് ചെയ്തു എന്ന്. കൂടുതൽ എനർജി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചെയ്യാം. എനർജി കുറവാണെങ്കിൽ ഇത്രയും മതി. അതുപോലെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എൻ്റെ ഇന്നത്തെ ദിവസം പോയി എന്നൊരു ചിന്ത. ഇത് നിങ്ങൾ ഒഴിവാക്കണം. രാവിലെ കുറേ സമയം ഫോണിൽ പോയി, അപ്പോൾ നമ്മൾ കരുതും ഇനി ഇന്നത്തെ ദിവസം പോയല്ലോ എന്ന്. അങ്ങനെ കരുതി ബാക്കി സമയവും നമ്മൾ വേസ്റ്റ് ചെയ്യും. ഇത് ചെയ്യരുത്. രാവിലെ സമയം നമുക്ക് നഷ്ടമായോ, ആഫ്റ്റർനൂൺ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ആഫ്റ്റർനൂണും നഷ്ടമായോ, ഈവനിങ് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. 1 മണിക്കൂർ വേസ്റ്റായോ, നെക്സ്റ്റ് ഹവർ നമുക്ക് സേവ് ചെയ്യാം. ഈ ഒരു ബാഡ് ഹവർ എന്നത് മുഴുവൻ ബാഡ് ഡേ ആക്കേണ്ട കാര്യമില്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ എല്ലാ ഗേൾസ് ആൻഡ് ലേഡീസ് ശ്രദ്ധിക്കേണ്ടത്, പീരിയഡ് സമയത്ത് ഒരു ചെറിയ ടൈം ടേബിൾ ഉണ്ടാക്കുക. വളരെ സ്ട്രിക്റ്റായ ടൈം ടേബിൾ വേണ്ട. ഫോർ എക്സാമ്പിൾ, രാവിലെ ബേസിക് റൂട്ടീൻ, അതിനുശേഷം ഒരു ഇമ്പോർട്ടൻ്റ് വർക്ക്, ഉച്ചയ്ക്ക് റെസ്റ്റ്, പിന്നെ ലൈറ്റായിട്ടുള്ള വർക്ക് അല്ലെങ്കിൽ സ്റ്റഡി, വൈകുന്നേരം വീട്ടിലെ ആവശ്യമായ കാര്യങ്ങൾ, രാത്രി നാളത്തെ 3 കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുക. അത്രമാത്രം. നമുക്ക് ഫോളോ ചെയ്യാൻ കഴിയാത്ത ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് ഒരു കാര്യവുമില്ല. സിമ്പിൾ റൂട്ടീനാണ് ബെറ്റർ. സോഷ്യൽ മീഡിയയിൽ നമ്മൾ പലരെയും കാണും. രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നു, പഠിക്കുന്നു, വർക്കൗട്ട് ചെയ്യുന്നു, ക്ലീനിങ് ചെയ്യുന്നു, ഖുർആൻ പാരായണം ചെയ്യുന്നു എന്നത്. എല്ലാം പെർഫെക്റ്റായി മാനേജ് ചെയ്യുന്നത് നമ്മൾ കാണുന്നു. അത് കണ്ടിട്ട് ഞാൻ എന്താണെന്നും ചെയ്യാത്തത് എന്ന് സ്വയം കമ്പയർ ചെയ്യരുത്. ഓരോരുത്തരുടെയും ബോഡി ഡിഫറെൻ്റ് ആണ്, എനർജി ഡിഫറെൻ്റ് ആണ്, ലൈഫ് ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് മറ്റൊരാളുടെ റൂട്ടീൻ നോക്കി സ്വന്തം ലൈഫിനെ ജഡ്ജ് ചെയ്യരുത്. കമ്പയർ ചെയ്യേണ്ടത് ഇന്നത്തെ നിങ്ങളെയും ഇന്നലത്തെ നിങ്ങളെയുമാണ്. ഒരു ചെറിയ ഹാബിറ്റ് കൂടി പറയാം. രാത്രി കിടക്കുന്നതിന് മുൻപ് ഒരു പേപ്പർ എടുത്ത് നാളെ ചെയ്യേണ്ട 3 കാര്യങ്ങൾ എഴുതി വെക്കുക. ഒരുപാട് ലിസ്റ്റ് ചെയ്യരുത്, 3 കാര്യങ്ങൾ മാത്രം. ഫോർ എക്സാമ്പിൾ, നാളെ ഒരു ചാപ്റ്റർ റിവൈസ് ചെയ്യും, റൂം അറേഞ്ച് ചെയ്യണം, ഒരു ഇമ്പോർട്ടൻ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് എന്നൊക്കെ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നൊരു കൺഫ്യൂഷൻ ഇതിലൂടെ ഒഴിവാക്കാം. അതുപോലെ നിങ്ങൾ ഈ ഒരു ടൈമിൽ റെസ്റ്റ് എടുക്കുന്നതിൽ ഒരു ഗിൽട്ടും വേണ്ട. ഇത് ഞാൻ പ്രത്യേകം പറയുന്നത്, പീരിയഡ് സമയത്ത് ശരീരം ടയേർഡാണെങ്കിൽ റെസ്റ്റ് ആവശ്യമാണ്. റെസ്റ്റ് എടുത്തതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ലേസി പീപ്പിൾ ആകുന്നില്ല. നമ്മുടെ ബോഡിക്ക് റെസ്റ്റ് ആവശ്യമുള്ള സമയത്ത് റെസ്റ്റ് കൊടുക്കുന്നത് ഒരു സെൽഫ് കെയർ ആണ്. പക്ഷേ അതേസമയം പീരിയഡ്സ് ആണ്, അതുകൊണ്ട് ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞ് മുഴുവൻ ദിവസം ഫോണിൽ ഇരിക്കുകയും ചെയ്യരുത്. റെസ്റ്റ് വേണം, ബട്ട് മൈൻഡ്ലെസ് സ്ക്രോളിംഗ് വേണ്ട. ഇന്ന് മുതൽ നമുക്കൊരു സിമ്പിൾ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. പീരിയഡ്സ് വരുന്ന അടുത്ത ദിവസം മുതൽ രാവിലെ ഫോൺ എടുക്കുന്നതിന് മുൻപ് സ്വയം ചോദിക്കുക, ഇന്ന് ഞാൻ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം എന്താണ് എന്ന്. അത് കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം രണ്ടാമത്തെ കാര്യം. അങ്ങനെ സ്ലോലി പോകുക. നമുക്ക് ഒരു ദിവസം മുഴുവൻ പെർഫെക്റ്റ് ആക്കേണ്ട. 1 മണിക്കൂർ നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ പോലും അത് പ്രോഗ്രസ് ആണ്. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ ടോപ്പിക് എന്നത് വെറും ഒരാൾക്ക് മാത്രം ഫീൽ ചെയ്യുന്ന കാര്യമല്ല. പീരിയഡ് സമയത്ത് എനർജി കുറയാം, ടയേർഡാകാം, മൂഡ് മാറാം, റെസ്റ്റ് ആവശ്യമാകാം. അതുകൊണ്ട് നിങ്ങളെ തന്നെ ലേസി എന്ന് ഒരിക്കലും വിളിക്കരുത്. പക്ഷേ സമയം മുഴുവൻ ഫോണിൽ സ്പെൻഡ് ചെയ്ത് പിന്നീട് ഗിൽട്ട് ഫീൽ ചെയ്യുന്നത് ഒഴിവാക്കുക. നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യമെന്നത് നമ്മുടെ ബോഡിയെ ലിസൺ ചെയ്യുക, ടൈമിനെ റെസ്പെക്റ്റ് ചെയ്യുക, ഫോൺ യൂസേജ് കുറയ്ക്കുക, സ്മോൾ ടാസ്ക് ചെയ്യുക, ആവശ്യമുള്ളപ്പോൾ റെസ്റ്റ് എടുക്കുക. ഈ ഒരു കാര്യങ്ങൾ നമ്മൾ പീരിയഡ് ടൈം ശ്രദ്ധിക്കുക. നിങ്ങളുടെ എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കില്ല. ചില ഡേയ്സ് പ്രൊഡക്റ്റീവ് ആയിരിക്കാം, ചില ദിവസങ്ങൾ വളരെ സ്ലോ ആയിരിക്കാം, ചില ദിവസങ്ങളിൽ കുറച്ച് മാത്രം ചെയ്യാൻ കഴിയും. അതൊക്കെ ഓക്കെയാണ്, അല്ലെങ്കിൽ നോർമലാണ്. ഒരു സ്ലോ ഡേ വന്നാൽ ഞാൻ ലേസിയാണ് എന്ന് പറയുന്നതിന് പകരം ടുഡേ ഐ നീഡ് ടു ടേക്ക് ഇറ്റ് എ ലിറ്റിൽ സ്ലോ എന്ന് പറയുക. പക്ഷേ അടുത്ത ദിവസം വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. ഒരു ദിവസം നഷ്ടപ്പെട്ടാൽ ലൈഫ് മുഴുവൻ നഷ്ടപ്പെട്ടിട്ടില്ല. 1 മണിക്കൂർ വേസ്റ്റ് ആയാൽ ബാക്കിയുള്ള മണിക്കൂറുകളും വേസ്റ്റ് ചെയ്യരുത്. യു ക്യാൻ ഓൾവേസ് റീസ്റ്റാർട്ട്. അതിനാൽ ഇന്നു മുതൽ ഒരു ചെറിയ റൂൾ: ഡു വാട്ട് യു ക്യാൻ, റെസ്റ്റ് വെൻ യു നീഡ്, ആൻഡ് ഡോണ്ട് വേസ്റ്റ് ദ ടൈം യു സ്റ്റിൽ ഹാവ്. പെർഫെക്റ്റ് ആക്കേണ്ട, ജസ്റ്റ് ബി എ ലിറ്റിൽ ബെറ്റർ, ലിറ്റിൽ ബൈ ലിറ്റിൽ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.